വിദേശ നാണയച്ചെലവ് കുറയ്ക്കാൻ ഇലക്ട്രിക് ഇന്ത്യ ഉയർന്ന വോൾട്ടേജ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വളരെ ലളിതമായി ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഇന്ത്യയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി സാധനങ്ങൾ എത്തുന്നുണ്ട്. അതിനായി നമ്മുടെ പണവും വിദേശത്തേക്ക് പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ. അപ്പോൾ ഇത് എങ്ങനെ കുറക്കാം? എന്റെ ഒരു ആശയം പറയാം. നമ്മുടെ രാജ്യത്ത് ഓടുന്ന വാഹനങ്ങളെ ഘട്ടംഘട്ടമായി ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റാം. കാർ, ബൈക്ക്, ഓട്ടോ, ബസ് എല്ലാ വാഹനങ്ങളും ഒരേ ദിവസം മാറ്റേണ്ട ആവശ്യമില്ല. പതുക്കെ ഘട്ടംഘട്ടമായി മാറ്റാം. ആദ്യം സർക്കാർ ബസ്സുകളെ ഇലക്ട്രിക് ബസ്സുകളാക്കി മാറ്റാം. അതിനുശേഷം ഓട്ടോ, ബൈക്ക്, കാർ തുടങ്ങിയവയും ക്രമേണ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റാം. ഇങ്ങനെ ചെയ്താൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ആവശ്യം കുറയും. അപ്പോൾ വിദേശത്തുനിന്ന് എണ്ണ വാങ്ങുന്നതിനായി ചെലവഴിക്കുന്ന പണവും കുറയ്ക്കാൻ കഴിയും. പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യം വരും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുക? അതിന് നമ്മുടെ കയ്യിൽ നല്ലൊരു മാർഗമുണ്ട്. സോളർ വൈദ്യുതി, വിൻഡ് വൈദ്യുതി, ബാറ്ററി സ്റ്റോറേജ് എന്നിവ വലിയ തോതിൽ വികസിപ്പിക്കാം. സാധ്യമാകുന്നിടത്തെല്ലാം വീടുകളിൽ സോളർ സ്ഥാപിക്കാം. പകൽ സോളർ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആവശ്യത്തിലധികം ലഭിക്കുന്ന വൈദ്യുതി ആയിൽ സംഭരിക്കാം. അതേ വൈദ്യുതി നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനും ഉപയോഗിക്കാം. അതായത് വീട്ടിൽ സോളർ വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, ബാറ്ററി വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം, ഇലക്ട്രിക് വെഹിക്കിൾ. ഇങ്ങനെ ഒരു സമ്പൂർണ്ണ എനർജി സിസ്റ്റം ഉണ്ടാക്കാം. അതുമാത്രമല്ല, ഇപ്പോഴുള്ള പെട്രോൾ എകളെ ഭാവിയിൽ എനർജി സാവകളാക്കി മാറ്റാം. അവിടെ പെട്രോൾ, ഡീസൽ എന്നിവക്കൊപ്പം സോളർ, ബാറ്ററി, ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യങ്ങളും ഉണ്ടാകാം. കാർ വന്നാൽ ചാർജ് ചെയ്യാം. ബസ് വന്നാൽ ചാർജ് ചെയ്യാം. ബൈക്കും ഓട്ടോയും ചാർജ് ചെയ്യാം. ഇതിലൂടെ ഒരു പുതിയ വ്യവസായ മേഖലക്കും വളർച്ച ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോളർ ആയകൾ ഇന്ത്യയിൽ തന്നെ കൂടുതൽ നിർമ്മിക്കണം. ആകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം. ഇലക്ട്രിക് മോട്ടോർ, ചാർജർ, ഇൻവെർട്ടർ, കൺട്രോളർ തുടങ്ങിയ ഉപകരണങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കണം. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങളും അതിന് ആവശ്യമായ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന രാജ്യമാകാനും നമുക്ക് കഴിയും. ഇതിലൂടെ ഫാക്ടറികൾ വർദ്ധിക്കും, തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകും. പെട്രോളിൽ ജോലി ചെയ്യുന്നവർക്കും ഭാവിയിൽ എയർ ചാർജിംഗ് സാവയിൽ ജോലി ചെയ്യുന്നതിനുള്ള പരിശീലനം നൽകാം. ഓട്ടോക്കാരന്മാർക്ക് ഇലക്ട്രിക് വെഹിക്കിൾ കനായമാരായി മാറാം. അതായത് പഴയ തൊഴിലുകൾ പെട്ടെന്ന് ഇല്ലാതാക്കാതെ ആളുകളെ പുതിയ തൊഴിലുകൾക്കായി തയ്യാറാക്കാം. മറ്റൊരു വലിയ ആശയവുമുണ്ട്. നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ മാത്രം സോളർ, വിൻഡ് പ്രോജക്ട്സ് ചെയ്യാതെ സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പോയി അവിടെ സോളർ, വിൻഡ് പവർ പ്ലാന്റ് സ്ഥാപിക്കാം. അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അതേ രാജ്യത്ത് വിൽക്കാം. ഇതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ കറൻസിയിൽ വരുമാനം നേടാനും കഴിയും. അതായത് വിദേശത്തുനിന്ന് എണ്ണ വാങ്ങാൻ ചെലവഴിക്കുന്ന പണം കുറയ്ക്കണം. അതോടൊപ്പം നമ്മുടെ കമ്പനികൾ വിദേശരാജ്യങ്ങളിൽ എനർജി ബിസിനസ് നടത്തി പണം സമ്പാദിക്കുകയും വേണം. ഇതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു വലിയ മാറ്റം. എന്നാൽ പെട്രോളിയം പൂർണ്ണമായും ആവശ്യമില്ലാതാകുമെന്ന് പറയാൻ കഴിയില്ല. വിമാനങ്ങൾ, കെമിക്കൽ ഇൻഡസ്ട്രി, ചില വ്യവസായങ്ങൾ തുടങ്ങിയവയ്ക്ക് ഭാവിയിലും പെട്രോളിയം ആവശ്യമായി വരാം. അതുകൊണ്ട് പെട്രോളിയം ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി നിർത്തുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പെട്രോൾ, ഡീസൽ ഉപയോഗം കുറച്ച് ഇലക്ട്രിക്, റിന്യൂവബിൾ എനർജി എന്നിവ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിൽ സോളർ, നമ്മുടെ വാഹനത്തിൽ ഇലക്ട്രിക്, നമ്മുടെ രാജ്യത്ത് ബാറ്ററി മാനുഫാക്ചറിംഗ്, നമ്മുടെ രാജ്യത്ത് സോളർ മാനുഫാക്ചറിംഗ്, നമ്മുടെ രാജ്യത്ത് ചാർജിംഗ് നെറ്റ്വർക്ക്. ഇവയെല്ലാം ഒരുമിച്ച് വികസിപ്പിച്ചാൽ ഇന്ത്യയുടെ വിദേശനാണയ ചെലവ് കുറക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിക്കാനും വലിയൊരു അവസരം ലഭിക്കും. ഈ മാറ്റം ഒരു ദിവസം കൊണ്ട് നടക്കില്ല. പക്ഷേ ശരിയായ പദ്ധതിയോടെ ഘട്ടംഘട്ടമായി മുന്നോട്ടു പോയാൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. പെട്രോൾ, ഡീസൽ എന്നിവയെ ആശ്രയിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഇലക്ട്രിക്, സോളർ എനർജി എന്നിവയിൽ മുന്നേറുന്ന ഇന്ത്യയിലേക്ക് മാറാം. നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കാം. നമ്മുടെ രാജ്യത്ത് തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ പണം നമ്മുടെ രാജ്യത്ത് തന്നെ കൂടുതൽ സഞ്ചരിക്കുന്ന രീതിയിൽ വളർച്ച കൊണ്ടുവരാം. ഇന്ത്യയെ എനർജി മേഖലയിൽ ശക്തമായ രാജ്യമാക്കാം. ഇന്ത്യ ഉയർന്ന വോൾട്ടേജ് സൂര്യൻ. ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കോയിൽ തീർച്ചയായും അറിയിക്കുക. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനന്തരാജ് സെൽവം.